ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുക എന്നാണ്. ഓരോ പ്രാവശ്യവും ഓരോ ചിന്തകളാണ് കർത്താവ് നൽകുന്നത്. ഇന്നിത് വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത് പഴയ ഒരു കഥയാണ്. മീൻസ് സ്കൂളിൽ പഠിച്ച ഒരു കഥ, ജീൻ വാൽജീൻ്റെ കഥ. ജീൻ വാൽജീൻ ഒരു കള്ളനായിരുന്നു. അവൻ ജയിലിൽ നിന്ന് ചാടി, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരു ബിഷപ്പ് ഹൗസിലെത്തി. രാത്രിയിൽ ബിഷപ്പ് അവിടെ താമസം കൊടുത്തു. അവൻ നോട്ടമിട്ട 2 വെള്ളി കാലുകൾ കൊണ്ട് രാത്രി അവൻ കടന്നു കളഞ്ഞു. പോലീസ് പിടിച്ചു. തിരിച്ച് അവനെ ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്നു. അവിടെ ബിഷപ്പ് ഇവനെ ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജീൻ വാൽജീനോട് പറഞ്ഞു, എന്തേ ആ പാത്രങ്ങളൂടെ നീ എടുത്തില്ല? നിനക്ക് വെച്ചിരുന്ന ആ വെള്ളിപ്പാത്രങ്ങളുണ്ടല്ലോ, അതെന്താ എടുക്കാതെ പോയേ? ഇത് ഒത്തിരിയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ജീൻ വാൽജീനെ സംബന്ധിച്ചിടത്തോളം. കാരണം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചല്ല, മറിച്ച് എന്തുകൊണ്ടാണ് അതുകൂടെ നീ എടുക്കാതെ പോയത്? എന്താണ്? ഞാൻ നിനക്ക് തന്നതല്ലേ അതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായി. ഇതുപോലെ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ നമുക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപ ലഭിക്കണം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.